അങ്ങനത് നമ്മളെ കള്ളമ്പത്രോസ് വീണ്ടും വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഗേറ്റൊക്കെ തുറന്നിട്ടാണ് കള്ളമ്പത്രോസ് വരുന്നത്. കള്ളമ്പത്രോസിന്റെ കയ്യിലാണെങ്കിലോ മിഠായൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടീനെ കാണാനാണ് വീണ്ടും വന്നിട്ടുള്ളത്. കുട്ടിയാണെങ്കിലും ഫ്രണ്ടിലുണ്ടായിരുന്നു. കള്ളമ്പത്രോസ് പ്രതീക്ഷിച്ചിട്ടില്ല വീട്ടിൽ ആൾക്കാരുണ്ടായിരിക്കുമെന്ന്. അപ്പൊ കുട്ടിയുടെ കൂടെ കുട്ടിയുടെ ഉമ്മയും ഒപ്പൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ കുട്ടിയുടെ കയ്യിൽ മിഠായി കൊടുത്തിട്ട് പത്രോസ് മെല്ലെ പോവാന്ന് വിചാരിച്ചു. മിഠായിയൊക്കെ കൊടുത്തിട്ട് കുട്ടീനൊന്ന് സെറ്റാക്കി എടുക്കാനാണ് കള്ളമ്പത്രോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടുകാർക്കാണല്ലോ കള്ളമ്പത്രോസ് നാട്ടിലൊരു കള്ളനാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അവർ വിചാരിച്ചു എന്തായിരിക്കും കള്ളമ്പത്രോസ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ എല്ലാവരോടും ചിരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അത് കാരണം അത് കണ്ടപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയല്ലേ, അപ്പൊ അതിനോടുള്ള സ്നേഹം കൊണ്ട് വന്നിട്ട് മിഠായി കൊടുത്തിട്ട് കൊഞ്ചിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടുകാരവിടെ നോക്കി നിന്നത്. അപ്പൊ അതുപോലെ തന്നെ ആയി കുട്ടീനെ കൊഞ്ചിച്ചിട്ട് മിഠായൊക്കെ കൊടുത്തിട്ട് കള്ളമ്പത്രോസ് ടാറ്റൊക്കെ കൊടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പൊ കള്ളമ്പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ഈ സമയത്ത് വന്നാൽ ഇവിടെ വീട്ടുകാരുണ്ടായിരിക്കും, അതുകൊണ്ട് വീട്ടുകാരില്ലാത്ത സമയം നോക്കിയിട്ട് വേണം ഇനി വരാന് എന്ന് വിചാരിച്ചിട്ട് കള്ളമ്പത്രോസ് അവിടുന്ന് ടാറ്റൊക്കെ